കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ്. മുമ്പ് തന്നെ പറഞ്ഞതാണ്, അപ്പോൾ എല്ലാവരുടെയും പൂർണ്ണമായ സാന്നിധ്യവും സഹകരണവും സഹായവും ഉണ്ടാവണം എന്നാണ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ആദ്യം തന്നെ ക്ഷണിക്കാനുള്ളത്. കേരളത്തെ ബാധിക്കുന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ചുങ്കനയം എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ ചുങ്കം ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നിലപാടിനെതിരായി ഒരു സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അമേരിക്കക്ക് കീഴടങ്ങിയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ ഭരണ സംവിധാനത്തിനോ അമേരിക്കയ്ക്ക് മുമ്പിൽ പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇത് കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ്. കേരളത്തിൽ നിന്ന് 1000 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ വർഷം തോറും അമേരിക്കയിൽ എത്തുന്നുണ്ട്. ഇതിൽ പലതിനും യഥാർത്ഥത്തിൽ തീരുവയില്ല. അതേപോലെ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളും ഏറ്റവും അധികം വാങ്ങുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് അമേരിക്ക. 2024-25 സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 399.97 കോടിയുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത്. ഇതിന് അമേരിക്ക ചുമത്തുന്ന ശരാശരി ഇറക്കുമതി ചുങ്കം 5.5% പുതിയ അമേരിക്കൻ ചുങ്കത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ അത് 37% വർദ്ധിക്കുക. അതിൻ്റെ അർത്ഥം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി കുറയാനിടയാവുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം. ചെമ്മീൻ, കശുവണ്ടി, പച്ചക്കറി, പഴം, അരി തുടങ്ങിയവയിലെ ഏതാണ്ട് 500 കോടി രൂപയുടെ കയറ്റുമതി പ്രതിവർഷം നഷ്ടമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ത്യൻ കയറ്റുമതിയുടെ 20% അമേരിക്കയിലേക്കാണ് എത്തുന്നത്. %100 ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ നയം കനത്ത ആഘാതമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കുക. ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഗവൺമെൻറ് ഇതിനെതിരായിട്ടൊന്നും പറയാൻ തയ്യാറില്ല. ഭരണവർഗ പാർട്ടികൾക്കും ഇതിലൊരു താല്പര്യമില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വെനീസുലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് 25%, റഷ്യയിൽ നിന്ന് വാങ്ങുന്നവർക്ക് 25%,
അത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 50% വരെ അധിക ചുങ്കം ചുമത്തുമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാർച്ചിൽ $69 താഴ്ന്ന എണ്ണവില $74.78 കുതിച്ചു കയറി. നമുക്കാവശ്യമുള്ള എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇത് ഇന്ത്യക്ക് കനത്ത ആഘാതമേൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന് മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്നുള്ള സമീപനം കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി ഫലപ്രദമായ നിലയിലുള്ള നിലപാട് വഖഫ് ഭേദഗതി നിയമത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാടാണ് ശരി എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആരെതിർത്താലും ഈ ബില്ല് ഞങ്ങൾ നിയമമാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാവരോടുമായിട്ട് നടത്തിയ വെല്ലുവിളി. അതിന് നേരെയുള്ള അതിശക്തിയായ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുത്ത് അവരെ രണ്ടാംതരം പൗരന്മാരാക്കി വർഗീയ ശക്തികൾ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ച പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി നിയമം. ആർട്ടിക്കിൾ 26 പ്രകാരം ഇന്ത്യയിലെ ഓരോ മതവിഭാഗത്തിനും ദാനത്തിലൂടെ ലഭിക്കുന്നതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ ആ രീതിയിൽ സ്വരൂപിക്കാനും സമുദായ സ്വത്തുക്കളുടെ മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയവ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന ആർട്ടിക്കിൾ 26 പ്രകാരം കൈകാര്യം ചെയ്യേണ്ടത്. വഖഫ് നിയമത്തിലെ ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം സ്വയംഭരണാവകാശം അവരെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ അത് പരിമിതപ്പെടുത്താനാണ് ഭരണഘടനാപരമായ അടിസ്ഥാന നിലപാടുകൾക്കെതിരായി അതിനെ മറികടക്കാൻ ഭേദഗതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഘടനയെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന കാര്യം സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിലൂടെയാണ് മതനിരപേക്ഷത എന്ന ഏറ്റവും ശ്രദ്ധേയമായ അടിസ്ഥാനപരമായ സമീപനം അംഗീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടന്നുകൊണ്ട് നിയമം കൊണ്ടുവരുമ്പോൾ ശരിയായ നിലപാട് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ്.
ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്